കടമെടുപ്പ് പരിധിയിലേക്കുള്ള ചർച്ച ഇന്ന് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കേന്ദ്രവും തമ്മിൽ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ സപ്ലൈകോയിൽ വില കൂട്ടിയിരിക്കുന്നത്. 13 സബ്സിഡി സാധനങ്ങൾക്കാണ് വില കൂട്ടിയിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് സപ്ലൈകോയാണ്, ഈ സബ്സിഡി സാധനങ്ങളെയാണ്. അവിടെയാണ് ഇരുട്ടടി സമ്മാനിച്ചുകൊണ്ട് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നതും. ഇത് 8 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വില കൂട്ടുന്നത് കൂടി. എങ്ങോട്ടാണ് ഈ വില കൂട്ടി പോകുന്നത്? കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ 13 സാധനങ്ങളാണ് സബ്സിഡിയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാടാണ്. ഇത് ഭക്ഷ്യവകുപ്പ് അത്തരത്തിലുള്ള ഒരു ശുപാർശ നൽകിയിരുന്നു. അത് മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയാണ് ചെയ്തത്. 55% സബ്സിഡി നൽകിയിരുന്നത് 35ലേക്ക് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇത് സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയാണ്. മാത്രമല്ല ഈ ഓണത്തിന് ശേഷം ഒരു സപ്ലൈകോ ഏതാണ്ട് 1600 സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്തുണ്ട്. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഒന്നും തന്നെ സാധനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ 13 സാധനങ്ങളും എവിടെയും ലഭ്യമല്ല. ഈ തിരുവനന്തപുരത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പഴവങ്ങാടിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോലും ഈ പയർ എന്നുള്ള ഈ 13 സബ്സിഡി ഇനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ലഭ്യമാകുന്നത്. അത് കഴിഞ്ഞ കുറേ കാലമായി അത്തരത്തിലാണ്. മറ്റ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടായിരുന്നത്. സാധാരണക്കാർ പലരും ഈ സപ്ലൈകോയിൽ എത്തിയതിനു ശേഷം മടങ്ങുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറേ കാലമായി കാണാനുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോ നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. ഏതാണ്ട് 3000 കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിൽ സപ്ലൈകോയ്ക്ക് ഉള്ളത്. ഇതിൽ 1500 പരം കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. അതും കരാറുകാർക്ക് കുടിശ്ശിക ഉള്ളത് 800 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു ടെൻഡർ വിളിച്ച സമയത്ത് വിതരണക്കാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഒരു ടെൻഡറിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്യ സംസ്ഥാന കർഷകരും മില്ലുടമകളൊന്നും തന്നെ ഈ ടെൻഡറിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം ഇത്രത്തോളം 800 കോടിയോളം രൂപ കുടിശ്ശികയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് ഇനിയും തുക നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു വിതരണക്കാർ ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യം. അതോടൊപ്പം തന്നെ വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടും ഏതാണ്ട് 2000 കോടിയിലേറെ രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. ബജറ്റ് പരിഗണിക്കുന്ന സമയത്തും വെറും 10 കോടി രൂപ മാത്രമാണ് സർക്കാർ ഇത്തരത്തിൽ ഈ ധനമന്ത്രി ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചത്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് 10 കോടി മാത്രമാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും കാര്യമായ നീക്കിയിരിപ്പൊന്നും തന്നെ സപ്ലൈകോയ്ക്ക് ലഭിച്ചിട്ടില്ല. ഇതിൽ CPI വകുപ്പുകളോട്, അതായത് CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളോട് സർക്കാരിനൊരു അവഗണനയുണ്ട് എന്നുള്ള തരത്തിൽ അത് വ്യാപകമായ തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഭക്ഷ്യമന്ത്രി GR അനിൽ തന്നെ പരസ്യമായി അതിലുള്ള ഒരു അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നിയമസഭയിലും അത് ചർച്ചയായി. ഈ സപ്ലൈകോ കടുത്തൊരു പ്രതിസന്ധി കുറെ കാലമായി നേരിടുന്നുണ്ട്. ഇത്രത്തോളം രൂപ കുടിശ്ശികയുണ്ട് എന്നുള്ളത് തന്നെ ഭക്ഷ്യമന്ത്രി GR അനിൽ നിയമസഭയിൽ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. പ്രതിപക്ഷം ഈ ഒരു വിഷയം അടിയന്തര പ്രമേയമായൊക്കെ തന്നെ സഭയിൽ കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ശുപാർശ ഭക്ഷ്യവകുപ്പ് സർക്കാരിന് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം ഇത് ചർച്ച ചെയ്ത് ഇതിന് അനുമതി നൽകിയത്. ഇതോടെ മാറുന്നത് നമുക്കറിയാം. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ സപ്ലൈകോവിലെ സാധനങ്ങൾ അല്ലെങ്കിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല, അതുവഴി സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുമെന്നൊക്കെ തന്നെ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഒരു വേളയിൽ ഇത് വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയല്ലേ കാണുന്നത്? സർക്കാർ അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നത് റേഷൻ കാർഡുമായി എത്തുന്നവരാണ്. കാരണം ഈ ഒരു ഓരോ ഇനങ്ങൾക്ക്, അതായത് 13 സാധനങ്ങളെങ്കിലും വില കുറച്ച് ലഭിക്കുമല്ലോ. ഈ നവകേരള സദസ്സിൽ ഉൾപ്പെടെ സർക്കാരിന് ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ബജറ്റിൽ വലിയൊരു തുകയാണ് വകയിരുത്തിയത്. പക്ഷേ അതേ സാധാരണക്കാരുടെ തന്നെ ആശ്രയ കേന്ദ്രമാണ് സപ്ലൈകോ. അവിടെ 13 സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് അത് ആകെ നേട്ടമായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ സാധാരണക്കാർക്ക് ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത്. പക്ഷേ അതും കാലങ്ങളായി ഇല്ല എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ സാധാരണക്കാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. അത് ഓണത്തിന് ശേഷം തന്നെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സാധനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, തൊഴിൽ ഭീഷണി പോലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ ജീവനക്കാർ നേരിടുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാർ നിരവധി പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് മാസ ശമ്പളം എന്ന് പറയുന്നത് 8000 രൂപയോ 6000 രൂപയൊക്കെയാണ്. ഇതുപോലും കൊടുക്കാൻ കഴിയാത്ത
കഴിയാത്തൊരു സാഹചര്യത്തിൽ തൊഴിൽ ഭീഷണി പോലും ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ജീവനക്കാർ നേരിടുന്നുണ്ട്. ഇത്തരത്തിൽ സപ്ലൈകോ ഏതാണ്ട് അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൂർണ്ണമായും എല്ലാ സപ്ലൈകോകളും, അതിന് 1600 ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. ഈ 1600 ഔട്ട്ലെറ്റുകളും അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായിരുന്നു. ഈ സാധാരണക്കാർ ചോദിക്കുന്നത് ഇതുപോലും ലഭ്യമാക്കാൻ സർക്കാരിനാകുന്നില്ലേ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജനം TV ഉൾപ്പെടെ സപ്ലൈകോവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിരുന്നു. മിക്ക സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, അതായത് ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വലിയ തിരക്കുണ്ടായിരുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ റാക്കുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു. ആരും എത്തുന്നില്ല. കാരണം വലിയ വിലയ്ക്ക് നോൺ സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നത്. ഈ നോൺ സബ്സിഡിക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി വാങ്ങിച്ചാൽ പോരെ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും പാവപ്പെട്ട, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായകരമായിരുന്ന തീർച്ചയായിട്ടും സപ്ലൈകോയിലും രക്ഷയില്ല എന്നൊരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു.